ഇന്നത്തെ വചനചിന്ത കർത്താവുമായി ദിനവും സംസാരിച്ചാൽ. തിരമാലകൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് കർത്താവ് യേശുക്രിസ്തു സംസാരിച്ചത്. താങ്കളുടെ ഉള്ളിൽ അതേ ഭാഷയുണ്ട്. ആ കർത്താവുമായി ദിനം സംസാരിച്ചാൽ താങ്കൾക്കും തിരമാലയോട് കൽപ്പിക്കാനാകും. 34 സങ്കീർത്തന പുസ്തകം 5 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം നൽകണമേ എന്ന് ഭക്തനായ ദാവീദ് വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയണം. താങ്കൾ നെഞ്ചുപൊട്ടി യേശുവേ എന്ന് വിളിച്ചാൽ മാത്രം മതി. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, കഷ്ടത കടന്നു വന്നപ്പോൾ, രോഗം കടന്നു വന്നപ്പോൾ താങ്കൾ നെഞ്ചുപൊട്ടി യേശുവേ എന്ന് വിളിച്ചില്ലേ? ആ യേശു ആരെന്ന് നാട്ടുകാരറിയട്ടെ. താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല എന്ന് പലരും പറഞ്ഞില്ലേ? യേശുവിൻ്റെ നാമത്തിൽ യേശു തെളിയിക്കട്ടെ. താങ്കളുടെ തലമുറകൾക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ താങ്കളുടെ തലമുറ വീണുപോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് താങ്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഈ നിമിഷം ചലിക്കുകയാണ്. താങ്കളെ ചവിട്ടി താഴ്ത്തുന്നവരുടെ മുൻപിൽ, താങ്കളെ ഒതുക്കിക്കളഞ്ഞവരുടെ നടുവിൽ, താങ്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചവരുടെ നടുവിൽ യേശുവിൻ്റെ ദൈവത്തെപ്പോലെ മറ്റൊരു ദൈവമില്ലെന്ന് ദൈവം തെളിയിക്കുവാൻ പോവുകയാണ്. ചെങ്കടലിന് സമമായ പ്രതികൂലങ്ങൾ മുന്നിൽ കണ്ടാലും, യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും, തിരയും കാറ്റും കോളും താങ്കളുടെ ജീവിത പടകിൽ ആഞ്ഞടിച്ചാലും, തകർച്ചയുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ യേശുവേ എന്ന് വിളിക്കുവാൻ തയ്യാറാണോ? യേശു കർത്താവ് ഈ നിമിഷം ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കും. താങ്കൾ അനുഭവിക്കുന്ന വേദനകളെ അകറ്റുവാൻ യേശുവിന് കഴിയും. കർത്താവിൻ്റെ കരങ്ങളിൽ സകല വിഷയത്തെയും പൂർണ്ണമായി സമർപ്പിക്കാം. ഭക്തനായ യോസേഫിനെ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയിരുന്നുവെങ്കിലും അവരുടെ മധ്യേ യോസേഫിനെ ദൈവം മാനിച്ചു. പലരും താങ്കളെ മാറ്റി നിർത്തിയേക്കാം, കൂടെയുള്ളവർ ഒറ്റപ്പെടുത്തിയേക്കാം. ആരൊക്കെ മാറ്റി നിർത്തിയാലും കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് താങ്കളെ മാറ്റി നിർത്തിയുടെ നടുവിൽ താങ്കളെ നിശ്ചയമായും മാനിച്ചുയർത്തുക തന്നെ ചെയ്യും. ഭക്തനായ അബ്രഹാമിനെ പോലെ കാത്തിരിക്കുമ്പോഴും, യോസേഫിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും ഒന്നോർക്കുക, താങ്കൾക്ക് വേണ്ടി ദൈവം ചില നന്മകൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭാരപ്പെടേണ്ട. വിഷയങ്ങളുടെ മധ്യേ ദൈവം തക്ക സമയം ചില പുതുവഴികൾ ഒരുക്കുവാനിടയാകും. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും താങ്കൾ പുറത്തു വരും. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ വിശ്വാസത്തോടുകൂടെ കുഴി വെട്ടുവാൻ തുടങ്ങിയ വെള്ളം നിറയ്ക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. അസ്ഥിയുടെ താഴ്വരയിൽ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ 4 ദിക്കിൽ നിന്നും കാറ്റടിച്ച് അസ്ഥി സൈന്യമായി മാറിയതുപോലെ, കാറ്റ് കാണുന്നില്ലായിരിക്കാം, എങ്കിലും കാറ്റിനെ അനുഭവിപ്പാൻ കഴിയുന്നതുപോലെ ദൈവ സാന്നിധ്യം കാണുവാൻ കഴിയുന്നില്ല, എങ്കിലും ആ സാന്നിധ്യം അനുഭവിക്കുവാനിടയാകും. താങ്കൾ കരഞ്ഞ വിഷയത്തിൻ്റെ മേൽ ദൈവം മറുപടി നൽകുവാനിടയാകും. ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം തക്ക സമയം ചില വഴികൾ തുറക്കുവാനിടയാകും. കർത്താവുമായി ദിനം സംസാരിച്ചാൽ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ ഏതവസ്ഥയിലും ദൈവം കരുതുവാനിടയാകും. ഭക്തനായ ഏലിയാവിന് കെരീത് തോട്ടിൽ അനുഭവമുണ്ടായിരുന്നു. കാക്കയെ അയച്ചു, കെരീത് തോട്ടിൽ വെള്ളം കുടിച്ചു. ദൈവം അനുവദിച്ച സമയമായപ്പോൾ പ്രകൃതി നൽകിയ ഉറവ വറ്റുവാനിടയായി. കാക്കയുടെ വരവ് നിന്നു. എന്നാൽ തക്ക സമയം ദൈവം സരാഭാത്തിലെ വിധവയുടെ ഭവനത്തെ ഒരുക്കുവാനിടയായി. സരാഭാത്തിലെ വിധവയുടെ ഭവനം ശൂന്യമായിരുന്നു. അവർ മുന്നിൽ മരണം മാത്രം കണ്ടിരുന്നു. എന്നാൽ പ്രകൃതി നൽകിയ ഉറവ വറ്റിയപ്പോഴും, കാക്കയുടെ വരവ് നിന്നപ്പോഴും ഭക്തനായ ഏലിയാവിനോട് കൂടി ദൈവമുണ്ടായിരുന്നു. ഏലിയാവ് സരാഭാത്തിലെ വിധവയുടെ ഭവനത്തിൽ കാൽ വച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും 2 ഉറവ് തുറക്കുവാനിടയായി. കലത്തിലെ മാവ്, ഭരണിയിലെ എണ്ണ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പ്രകൃതി നൽകിയ ഉറവ പ്രകൃതി അടച്ചോട്ടെ, കാക്കയുടെ വരവ് നിന്നോട്ടെ. എന്നാൽ താങ്കൾക്ക് വേണ്ടി പുതുവഴി തുറക്കാൻ, താങ്കൾക്ക് വേണ്ടി ചില ദൈവിക കരുതൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ദിനവും കർത്താവുമായി സംസാരിച്ച് ഹൃദയഭാരങ്ങൾ സകലത്തെയും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെച്ച് പൂർണ്ണ ഹൃദയത്തോടുകൂടെ സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഏലിയാവ് അനുഭവിച്ച ദൈവിക കരുതൽ അനുഭവിക്കുവാൻ സാധിക്കും. പ്രതികൂലമാകുന്ന തിരമാലയും കാറ്റും ശാന്തമാകുവാനിടയാകും. ഏതവസ്ഥയിലും താങ്കളെ പോഷിപ്പിക്കുന്ന, താങ്കളെ കരുതുന്ന കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.